ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വയനാട് ട്രിപ്പ് പോയതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഏട്ടൻ ഓരോ സ്ഥലത്ത് നിന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ പിക്കൊക്കെ എടുക്കുമല്ലോ, അതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ബജാജിലാണ് കേട്ടോ, പട്ടാമ്പി. അപ്പോൾ അവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു ട്രിപ്പിന്. അപ്പോൾ പലരും പല പല സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആമയൂരിൽ നിന്നും ചില ആൾക്കാർ പട്ടാമ്പിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറുന്ന വീഡിയോസൊക്കെയാണിത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതും മീറ്റ് ചെയ്യുന്നതൊക്കെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഏട്ടന്മാർക്കൊക്കെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് സർപ്രൈസായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ എക്സ്പ്രഷൻസ് ഇടാനാണ് കേട്ടോ പറയുന്നത്, അറിയാത്ത മാതിരി. എനിക്ക് കുറേ പേരൊക്കെ ആദ്യം കമ്പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു പരിചയക്കേടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടന്മാരാണെങ്കിലും അവരുടെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഒരേ വൈബുള്ള ആൾക്കാരായിരുന്നു. നമ്മളൊരു 18-19 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇത്തിരി സ്പേസ് കുറവായിരുന്നു. ലഗേജുകൾ വെക്കാനും ഒക്കെ നല്ല ടാസ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാക്കിലൊരു സീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആറുവിൻ്റെന്നൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുറേ മിസ്റ്റേക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ചുരം കയറുന്ന സമയത്ത് നമ്മൾ കോടയൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഒരു ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ് ആണ് കേട്ടോ നമ്മൾ റൂമിലെത്തിയത്. കുറേ നേരം നമ്മൾ പൂളിലൊക്കെ കളിച്ചു. ഈ ഒരു ടൈമിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ. കോടയൊക്കെ ഇറങ്ങുന്ന ടൈമായതുകൊണ്ട് അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടോ. കുറേ നേരം അങ്ങനെയൊക്കെ പോയി. ഏട്ടന്മാർ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കുറേ ടൈം അങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് പേരൊക്കെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സംസാരിച്ചിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഞങ്ങളുടെ റൂം മുകളിലായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ നമ്മൾ അരുവിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വൻ കോമഡി ആയിരുന്നത്. അട്ട കടിച്ചു ഗായ്സ്, നിറയെ അട്ടകളായിരുന്നു അവിടെ മൊത്തം. എല്ലാവരും അട്ട കടിച്ചിരുന്നു. എന്നെയാണ് കേട്ടോ കൂടുതൽ അട്ട കടിച്ചത്. പട്ടി കടിക്കുന്ന പോലെ കടിച്ചു വേണമെങ്കിൽ പറയാം. ഉപ്പും കൊണ്ട് നടക്കായിരുന്നു, കടിക്കുന്നിടത്ത് ഉപ്പ് തേക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ അട്ട, പുഴു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിക്കുന്ന സമയത്ത് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു അത് തട്ടിത്തരാൻ. അവിടെ വൻ കോമഡി എന്ന് പറഞ്ഞാൽ വൻ കോമഡി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കപ്പിൾസായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ആനയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം വ്ളോഗ് എടുക്കാനുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ അട്ട കടിച്ചു എന്ന്. അട്ട കടിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബ്ലഡ് വരാനൊക്കെ തുടങ്ങി കേട്ടോ, ആകെ സീനായി. പിന്നെ നമ്മൾ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഈ കാണുന്നത്. പാട്ട് കൊടുക്കാൻ കോപ്പിറൈറ്റ് കിട്ടുമോ വിചാരിച്ചിട്ടാണ് കേട്ടോ പാട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.